രാത്രി ഒരുപാട് വൈകിയിട്ടും സുധീഷ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് നിധി അനിയന്മാരായ ഹരീഷിനോടും നികേഷിനോടും ചോദിക്കുകയാണ്, എടാ സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ, എന്ത് പറ്റി? എന്താ പിണങ്ങിപ്പോയത് കൊണ്ടാണോ വരാൻ ഇത്ര ലേറ്റാവുന്നത്? ഒന്ന് വിളിച്ചു നോക്കിക്കേടാ എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി ഇത് പതിവുള്ളതാ, ഇവിടെ എന്തെങ്കിലും വഴക്കുണ്ടാക്കി പോവും, എന്നിട്ട് ദൂരെ എവിടെയെങ്കിലും മാറി നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് അതിൽ കിടന്നുറങ്ങും. ഇത് ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതാ, നമുക്കതുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ല ഏട്ടത്തി. നമുക്കറിയാം നാളെ നേരം വെളുക്കുമ്പോൾ ഏട്ട ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നിധി പറയുന്നുണ്ട്, എടാ എന്നാലും ഒന്ന് വിളിച്ചു നോക്ക്, അങ്ങനെ നമ്മളെങ്ങനെ വിശ്വസിച്ചിരിക്കും, എന്താണെന്നൊന്നും അറിയണ്ടേടാ. ഒന്നാമത് വീട്ടിൽ അച്ഛനും അരുണേട്ടനും ഒക്കെ സുധീഷിന് ഇഷ്ടമല്ല, എന്തെങ്കിലും അപകടത്തിൽ പെടുത്തിയാലോ, അങ്ങനെയാ എനിക്കൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് സുധീഷിനൊന്ന് വിളിച്ചു നോക്കിക്കേന്ന്. ഇനി അതല്ല സുധീഷ് ദേഷ്യം വന്നാണ് അവിടെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് നല്ല സ്വഭാവമൊന്നും അല്ലല്ലോ, അത് നിർത്തി കൊടുക്കണ്ടേ. വീട്ടിലിരിക്കുന്നവർക്ക് എന്ത് ടെൻഷൻ അടിക്കുന്നുള്ള കാര്യമൊന്നും ആ സുധീഷിന് അറിയണ്ടേ. അത് നമ്മൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒന്ന് നിർത്തി കൊടുക്കണം, നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ എന്ന് പറയുമ്പോൾ ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സുധീഷിൻ്റെ ഫോണിൽ വിളിക്കുമ്പോഴും സുധീഷ് ഫോണിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഫോണ് 1-2 പ്രാവശ്യം റിങ് ചെയ്യുന്നത് കൊണ്ട് നിവർത്തിയില്ലാതെയാണ് ഫോൺ എടുക്കുന്നത്. ഓ ഇത് ഹരീഷാണല്ലോ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂല, ഇവനൊന്നും ഉറക്കോ ഇല്ലേ ദൈവമേ എന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ്, എടാ എന്താ ഉറങ്ങാനും സമ്മതിക്കില്ലേ, എന്താ ഹരീഷേ അർദ്ധരാത്രിയാണോ നീ ഇങ്ങനെ വിളിക്കുന്നത്? അപ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടനിപ്പോൾ എവിടെയാ? എടാ ഞാൻ ദൂരെ ഒരു ഓട്ടത്തിന് പോയതാ, അപ്പോൾ വഴിക്ക് വെച്ച് എനിക്ക് ഉറക്കം വന്നതുകൊണ്ട് വണ്ടി സൈഡിൽ ഒതുക്കി ഞാൻ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഹരീഷ് നിധിയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നൊരു ഭാവത്തിൽ നോക്കുകയാണ്. അപ്പോൾ നിധി പെട്ടെന്ന് തന്നെ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട്, സുധീഷേ എന്താ സുധീഷേ കാണിക്കുന്നത്? വീടില്ലാത്തത് കൊണ്ടാണോ റോഡിൽ കിടന്നുറങ്ങുന്നത്? അത് വണ്ടിയിൽ എന്താ സുധീഷ് കാണിക്കുന്നത്? വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ടെൻഷനൊന്നും ഇല്ലേ? സുധീഷ് വീട്ടിലിരിക്കുന്നവരെ പറ്റി ചിന്തിക്കാറില്ലേ? തനിക്ക് വീട്ടിലോട്ട് വന്നൂടെ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷാണ്, അയ്യോ ഇത് നിധിയോ, എന്തു പറ്റി നിധി, ഞാൻ വണ്ടിയിലുണ്ട്, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തെങ്കിലും വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയാൽ ഇങ്ങനെ എവിടെയെങ്കിലും ദൂരെ വണ്ടി ഓടിക്കുക, അവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടിട്ട് കിടക്കുക, ഇത് ശരിയാണോ സുധീഷേ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഓ എനിക്കിതൊക്കെ ശീലമുള്ളതാ. ഇല്ല സുധീഷ് ഇപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരണം കേട്ടോ, ഇനി വണ്ടിയിൽ കിടന്നൊന്നും ഉറങ്ങണ്ട എന്നിങ്ങനെ പറയുമ്പോൾ സുധീഷിന് വല്ലാത്തങ്ങ് സന്തോഷമാവുകയാണ്. നിധിക്ക് തന്നോട് ഇഷ്ടമുണ്ട്, തന്നോട് പ്രണയമുണ്ട്, അതുകൊണ്ടാണ് തൻ്റെ കാര്യത്തിൽ ഇത്രയധികം കെയറിങ് ഒക്കെ നിധി കാണിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിലാവുകയാണ്. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, നിധി ഞാനിങ്ങനെ വന്ന് കിടന്നത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സങ്കടമായോ നിധി? എന്നെ ആലോചിച്ച് ടെൻഷനായോ? ഞാനിപ്പോൾ തന്നെ വരാം കേട്ടോ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ഓ എനിക്കങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടല്ല, വീടുള്ളപ്പോൾ എന്തിനാ റോഡ് സൈഡിൽ വണ്ടിയൊക്കെ ഇട്ടിട്ട് കിടക്കുന്നത്? അതും അച്ഛനും ഏട്ടനും ഒക്കെ ഒന്നാമത് ദേഷ്യത്തിലാണ്, ഇനി അവരെങ്ങാനും അപകടത്തിൽപ്പെടുത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ എനിക്ക് വലിയ സ്നേഹ കൂടുതൽ കൊണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നോ എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ഇതാ വന്നു നിധി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി സുധീഷ് ആ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോഴായിരിക്കും എതിർ സൈഡിൽ നിന്ന് മറ്റൊരു ബൈക്ക് വരുന്നത്, അതും റോങ് സൈഡിലാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ സുധീഷിൻ്റെ കാറിൽ കൊണ്ട് ആ വണ്ടി ഇടിക്കുകയും ആ ബൈക്കുകാരൻ തെറിച്ച് വീഴുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ സുധീഷ് കാറിൽ നിന്ന് നാട്ടുകാരെല്ലാം കൂടി സുധീഷ് ദേഷ്യപ്പെടുന്നുണ്ട്, ഇയാൾ എന്താ കാണിച്ചത്? ഇയാൾക്ക് ഇത്രയ്ക്ക് അറിഞ്ഞുകൂടായോ എവിടെ കൂടെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന്? അപ്പോൾ ആ വണ്ടിയിലിരുന്ന ആൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാനാണോ തെറ്റ് ചെയ്തത്? നിങ്ങളല്ലേ എന്നെ വന്ന് ഇടിച്ചത്, എന്നിട്ട് ഞാൻ മര്യാദയ്ക്കല്ലേ വന്നത്, ഇപ്പോൾ എന്നെ തെറ്റ് പറയുന്നോ എന്നിങ്ങനെ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇപ്പോൾ ഞാനാണോ തെറ്റുകാരൻ? ഞാൻ എൻ്റെ വഴി കൂടെ ശരിയായിട്ടുള്ള രീതിയിലാണ് വന്നത്, നീയല്ലേ എതിർവശത്തോടു കൂടെ റോങ് സൈഡിൽ വന്നിട്ട് എൻ്റെ വണ്ടിയിലിടിച്ചത്, എന്നിട്ടിപ്പോൾ നീ വലിയ സത്യസന്ധനാവുന്നോ? നാട്ടുകാരെല്ലാം കൂടിയപ്പോൾ നീയാണ് ശരിയും ഞാൻ തെറ്റുമായല്ലേ? ഇത് കൊള്ളാലോ, എന്തായാലും ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അപ്പോൾ ബൈക്കിൽ വരുന്ന ആളും പറയുന്നുണ്ട്, എന്തായാലും അറിയിക്കണം, നിങ്ങൾ അറിയിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും, ഇതിൽ ശരി ഏതാണെന്ന് അറിയണമല്ലോ, എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് ഇപ്പോൾ എന്നോട് ന്യായം പറയാൻ വന്നിരിക്കുന്നു. അപ്പോൾ സുധീഷും പറയുന്നുണ്ട്, നീ വിളിക്ക്, എനിക്ക് ഒരു പേടിയില്ല, പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്ന് കാര്യം അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ,
നീ എന്താ പോലീസ് എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നു? എന്നെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസിനെ ഞാൻ കുറെ കണ്ടിട്ടുള്ളത് തന്നെയാ. ആ ബൈക്കിൽ വീണയാള് എടുത്ത് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഡാഡി, ഞാനിവിടെ ഒരു അപകടത്തിൽപ്പെട്ട് ഒരു കാറുകാരൻ വന്ന് എൻ്റെ ബൈക്കിനെ ഇടിച്ചു. ഞാൻ തെറിച്ചു വീണു ഡാഡി. ഭാഗ്യത്തിന് വലിയ പരിക്കൊന്നുമില്ല. പക്ഷേ ഇത് കേസ് എടുക്കണം. മര്യാദയ്ക്ക് റൈറ്റായിട്ട് വന്ന എൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന് ഇവൻ റോങ് സൈഡിൽ കൂടെ വന്നിട്ട് എന്നെ ഇടിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്തായാലും കേസെടുക്കണം ഡാഡി എന്നിങ്ങനെ പറയുമ്പോൾ സുധീഷ് പറയാണ്, അയ്യേ, നീ പോലീസിനെ വിളിക്കുന്നതാണല്ലോ ഇവിടെ നിന്ന് വീരവാദം നടത്തിയത്. എന്നിട്ട് നിന്റെ ഡാഡിയാണോ വിളിക്കുന്നത്? ഡാഡിയെ വിളിച്ച് പറഞ്ഞാൽ എങ്ങനെയാടാ ഇപ്പോൾ പ്രശ്നത്തിനൊരു പരിഹാരമാവുന്നത്? നീ പോലീസിനെ വിളിക്ക്. നിനക്ക് ഭയമാണോ? എങ്കിൽ ഞാൻ വിളിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ പറയാണ്, ഞാനേ പോലീസിനെ തന്നെയാണ് വിളിച്ചത്. ആ പോലീസ് ആരാണെന്ന് നിനക്കറിയണ്ടേ? എൻ്റെ ഡാഡി തന്നെയാ. രണ്ടുപേരും ഒരാളാ. ഇവിടുത്തെ CI ആണ് എൻ്റെ ഡാഡി. അതുകൊണ്ടേ നീ ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാം. അതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിന് ചെറിയൊരു ഭയമൊക്കെ തോന്നുന്നുണ്ട്. ഇനി കള്ളക്കേസിലെങ്ങാനും കുരുക്കി ജയിലിലേക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ അവിടെ നിന്നും പോലീസ് വരികയും പോലീസ് സുധീഷിനോട് പറയുന്നുണ്ട്, ഇറങ്ങടാ ഇവിടെ വണ്ടിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്താ സാറേ ഇത്? ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അയാൾ പറഞ്ഞത് മാത്രം കേട്ടിട്ട് എങ്ങനെയാണ് കേസ് എടുക്കേണ്ടത്? ഞാൻ ശരിയായ രീതിയിലാണ് വന്നത്. അയാളാണ് റോങ് സൈഡിൽ കൂടെ വന്ന് എൻ്റെ വണ്ടിയിൽ കൊണ്ടിടിച്ചത്. എന്നിട്ടിപ്പോൾ എൻ്റെ വണ്ടിക്ക് പുറലും വീണു. അതിലിപ്പോൾ പരിഹാരവും ഇല്ല. അതിനെന്തെങ്കിലും നഷ്ടപരിഹാരം എനിക്ക് വേണം. എന്നിട്ടിപ്പോൾ അവൻ്റെ പേരിൽ ഒരു കുറ്റവും ഇല്ലാന്നോ? നിങ്ങൾ എന്ത് പോലീസാ സാറേ? ഇതൊക്കെ കേൾക്കുമ്പോൾ പോലീസുകാർക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഒന്നും മിണ്ടരുത്, ഇറങ്ങട വണ്ടിയിൽ നിന്ന്. നീ ആരാന്നാ നിന്റെ വിചാരം? നീ പോലീസിനോടാണോ ചോദ്യം ചോദിക്കുന്നത്? നിന്റെ അഹങ്കാരം ഞാൻ നിർത്തി തരാടാ എന്നൊക്കെ പറഞ്ഞ് വലിച്ച് ജീപ്പിലേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ സുധീഷ് പറയാണ്, എന്താ സാറേ ഇത്? നിങ്ങൾ എന്ത് മര്യാദകേടാ കാണിക്കുന്നത്? ഈ നാട്ടിൽ പാവപ്പെട്ടവർക്കും ജീവിക്കണ്ടേ സാറേ? അധികാരമുള്ളവർക്കും പണമുള്ളവർക്കും മാത്രം ജീവിച്ചാൽ മതിയോ? എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടായതെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം പോലും കേട്ടില്ല. അയാൾ എന്തോ പറഞ്ഞു, അതിനെതിരെ എൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങൾ കേസെടുക്കുകയും ചെയ്യുന്നു. ഇതെന്താ സാറേ ഇത്? എനിക്കെൻ്റെ വീട്ടുകാരെ വിളിക്കണം, ഈ കാര്യം വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട് സുധീഷ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് തന്നെ പോലീസ് അത് വിലക്കുന്നുണ്ട്. നീ ആരെയാടാ വിളിക്കുന്നത്? നീ ആരെയും വിളിക്കേണ്ട, ഇതിനകത്ത് കടന്നാൽ മതി. നിനക്ക് കുറേ തിളപ്പ് കൂടുതലാണ്. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് കുറച്ച് കൂടുതൽ അഹങ്കാരം ഉണ്ടെന്ന്. അതിപ്പോൾ ഇവിടെ തീർത്ത് തരാടാ. അപ്പോൾ സുധീഷ് വിളിച്ച് സുഭാഷിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. സുഭാഷ് ഏട്ടാ, ഞാനിങ്ങനെ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ എത്രയും വേഗം ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ സുഭാഷ് പറയുന്നു, മോനെ നീ പേടിക്കാതിരിക്കുക, ഏട്ടൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഫോൺ വച്ചതിന് ശേഷം സുഭാഷും ഹരീഷുമായിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ആ സമയത്ത് നിധിയോട് ആ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ സുധീഷ് അവിടെ ഇങ്ങനെ വല്ലാത്ത സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. സുധീഷിനെ കാണുമ്പോൾ സുഭാഷിനും ഹരീഷിനും ഒക്കെ വല്ലാത്ത സങ്കടമുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട മോനെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത്? നീ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് പറയാണ്. എന്നിട്ട് സുധീഷിനോട് പോലീസ് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എടാ ഇത് നിൻ്റെ വണ്ടി തന്നെയാണോ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല സാറേ, ഞാൻ വാടകയ്ക്ക് ഓടുന്നതാ. ഹോ, എന്നിട്ടാണോ നിന്റെ തിളപ്പ്? ആരുടെ വണ്ടിയാടാ ഇത്? ആരുടെ പേരിലുള്ള വണ്ടിയാ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെൻ്റെ ഓണർ തോമസ് സാറാ. തോമസ് എന്ന് പറയുന്ന ഒരാളുടെ പേരിലുള്ള വണ്ടിയാ. അയാളുടെ നമ്പറിങ് എടുക്ക്, ഇപ്പോൾ തന്നെ വിളിച്ചറിയിക്കട്ടെ. കണ്ടവരുടെ വണ്ടിയും കൊണ്ട് പോകുന്നതും പോരാ, എന്നിട്ട് നിനക്കൊക്കെ ഇത്ര അഹങ്കാരവും. പാവപ്പെട്ട ഏതെങ്കിലും ചെറുപ്പക്കാരുടെ ദേഹത്ത് കൊണ്ടുവന്ന് ഇടിച്ചിട്ട് നിൻ്റെയൊക്കെ സംസാരം കേട്ടില്ലേ? അയാളുടെ നമ്പർ എടുക്ക് എന്ന് പറയുമ്പോൾ സുധീഷ് നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പോലീസ് ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. ആ, ഇതാരാ? ഞാൻ തോമസ് ആണ്. ആരാ സാറേ? ഇത് പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ വിളിക്കുന്നത്. നിങ്ങൾക്കൊരു വണ്ടിയില്ലേ? ആ ഉണ്ട്. അത് ഓട്ടിക്കുന്ന പയ്യനെ അറിയാവോ? അറിയാം, സുധീഷ് എന്നാ പേര്. എന്താ സാറേ, എന്താ പ്രശ്നം? നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ തോമസ് എന്ന് പറയുന്ന ആൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പോലീസ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തോമസ് പറയുന്നുണ്ട്, അയ്യോ, അവനൊരു പാവമാണ്, അവനൊരു മുൻകോപിയാണെന്നേ ഉള്ളൂ, എടുത്തുചാട്ടക്കാരനാണ്, അല്ലാതെ ഒരു പാവമാണ്. അവൻ വേറെ മദ്യപിക്കുകയോ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ ഒന്നും ചെയ്യില്ല. ഒരുപാട് വർഷമായിട്ട് എൻ്റെ വണ്ടി ഓട്ടിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് അവൻ്റെ വിശ്വാസമാണ്. എന്തെങ്കിലും ഇതൊരു കേസ് എടുക്കാതെ എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഹരിക്കാൻ നോക്കണം. എത്ര രൂപ വേണമെങ്കിലും അടയ്ക്കാം.
എന്നിങ്ങനെ പറയുന്ന സമയത്ത് പോലീസ് ആ ബൈക്ക് ഓടിച്ചു വരുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചിട്ട് ശരി അവരൊരു പരിഹാരം ഉണ്ടാക്കുകയാണ്, പൈസ അടച്ചാൽ മതി, അത് 50,000 രൂപ കൊടുക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ സുഭാഷിന് പെട്ടെന്നൊരു സങ്കടമാണ്. അപ്പോൾ തോമസ് പറയുന്നുണ്ട്, സുഭാഷേ നീ കേട്ടല്ലോ, 50,000 രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അത് തോമസേട്ട എങ്ങനെയാ തോമസേട്ട ഈ 50,000 രൂപയൊക്കെ നമ്മളിപ്പോൾ എങ്ങനെ നമ്മൾ ഒപ്പിക്കാനാണ്? ആകപ്പാടെ അരിച്ചു പെറുക്കി നോക്കിയാൽ ഒരു 10,000-10,000 കാണും. 50,000 രൂപ ഇപ്പോൾ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ തോമസേട്ടാ? അപ്പോൾ തോമസ് പറയുന്നുണ്ട്, എടാ 50,000 രൂപ നീ ഒപ്പിക്കണ്ട, ഞാൻ എവിടെന്നെങ്കിലും നോക്കട്ടെ, എൻ്റെ കയ്യിലും അരിച്ചു പെറുക്കിയാൽ കുറച്ച് പൈസയൊക്കെ കാണും, നീ ഒരു 25,000 എങ്കിലും എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ നോക്ക്, ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. ശരി തോമസ് ചേട്ടാ. എന്നിട്ട് ഹരീഷിനോട് പറയുന്നുണ്ട്, ഹരീഷേ നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം, എൻ്റെ ബാഗിനകത്ത് ഒരു 10,000 രൂപ കാണും. അപ്പോൾ ഹരീഷ് പറയാണ്, ഏട്ടാ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് ചോദിച്ചാൽ ഒരു 15,000 രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. അപ്പോൾ 25,000 രൂപയായി, ഇനി ബാക്കി 25,000 രൂപ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ അത് തോമസ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന്, നീ ആദ്യം വീട്ടിൽ പോയി ഈ പൈസ എടുത്തോണ്ട് വാ. ശരി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഹരീഷ് നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകുമ്പോൾ നികേഷും നിധിയും വീട്ടിലുണ്ട്. നിധി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? നിങ്ങൾ രണ്ടുപേരും ആരോ ഫോൺ വിളിച്ചിട്ട് പെട്ടെന്ന് പോകുന്നത് കണ്ടല്ലോ, ഒന്നും പറഞ്ഞുമില്ല, എന്താടാ മുഖത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ടല്ലോ? അതെ ഏട്ടത്തി, സുധീഷ് ഏട്ടൻ ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു. സുധീഷ് ഏട്ടൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. സുധീഷ് ഏട്ടൻ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു വന്നതാ, പക്ഷേ അപ്പുറത്തുനിന്ന് വന്നത് അത് CIയുടെ മോനായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയണ്ടല്ലോ ഏട്ടത്തി, അവൻ്റെ ഭാഗത്തല്ലേ പോലീസ് നിൽക്കുള്ളൂ. ഇപ്പോൾ സുധീഷ് ഏട്ടൻ 50,000 രൂപ കൊടുത്താൽ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാമെന്ന് അവർ പറഞ്ഞു, ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും ഏട്ടത്തി. ഞാൻ ഇവിടെ സുഭാഷ് ഏട്ടൻ്റെ കയ്യിൽ 10,000 രൂപയുണ്ട്, ഇനി എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് ചോദിച്ചാൽ ഒരു 15,000 രൂപയെങ്കിലും തരും, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എടാ എൻ്റെ കയ്യിൽ കുറച്ച് രൂപയുണ്ട്, ഞാനും കൂടെ തരാം. അയ്യോ അതിൻ്റെ ആവശ്യമില്ല ഏട്ടത്തി, ഏട്ടത്തിക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുന്നേലേ, അതിരിക്കട്ടെ, ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം. എടാ ഞാനും കൂടെ സ്റ്റേഷനിലേക്ക് വരാടാ. വേണ്ട ഏട്ടത്തി വേണ്ട. ഇല്ല ഞാനും കൂടെ വരാം, എനിക്കിവിടെ ഇരുന്നാൽ ഇനി ഉറക്കം വരില്ല. ആ ശരി ഏട്ടത്തി, ഏട്ടത്തിയും കൂടെ പോരെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ സുധീഷിൻ്റെ ഒരു ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നോക്കുന്ന സമയത്ത് അതിലൊരു 25,000 രൂപയുണ്ട്. ആ പൈസ എടുത്തിട്ടാണ് ഹരീഷ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നിധിയെ കാണുന്ന സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങളിപ്പോൾ സുധീഷിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുമായിരുന്നില്ലേ, നീ ഇപ്പോൾ ഈ രാത്രി ഇങ്ങോട്ട് വരണമായിരുന്നോ? സാരമില്ല ഏട്ടാ, ഈ കാര്യം അറിഞ്ഞപ്പോൾ എനിക്കിനി അവിടെ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനും കൂടെ വന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന തോമസ് പറയുന്നുണ്ട്, അതെ നിധി വന്നത് നന്നായി, ഇപ്പോൾ അടുത്തിടെ കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിധിയെയും കൂടെ കാണുന്ന സമയത്ത് സുധീഷിനെ വെറുതെ വിട്ടാലോ, അത് നന്നായി മോളെ എന്ന് പറയുകയാണ്. അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട് പോലീസിൻ്റെ കയ്യിൽ. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എടാ ഇത് എത്രയുണ്ട്? അത് 50,000 ഉണ്ട് ഏട്ടാ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 15,000 വാങ്ങി, ഏട്ടൻ്റെ ബാഗിനകത്തുനിന്ന് 10,000 രൂപ എടുത്തു, ബാക്കി 25,000 രൂപ ഞാൻ സുധീഷ് ഏട്ടൻ്റെ ബാഗിനകത്തുനിന്ന് എടുത്തു. ഇത് കേൾക്കുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എടാ എൻ്റെ ബാഗിനകത്തുനിന്ന് നീ എന്തിനാ പൈസ എടുത്തത്? അതൊരു അത്യാവശ്യത്തിന് വച്ചിരുന്നതായിരുന്നില്ലേ? ഏട്ടാ ഇതിപ്പോൾ അതിനേക്കാളും വലിയ അത്യാവശ്യമായി പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയില്ലേ, ഇല്ലെങ്കിൽ എത്ര നാൾ ഇനി ജയിലിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് കേസൊക്കെ ഒത്തുതീർപ്പാക്കി സുധീഷും എല്ലാവരുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തുമ്പോൾ ഭാസ്കരൻ പുറത്തു തന്നെ ഇരിപ്പുണ്ട്. എന്താടാ, എന്താ എല്ലാവരുമായിട്ട് ഈ ഒരു സമയത്ത് പുറത്തു പോയിട്ട് വരുന്നു, എന്ത് പറ്റി എന്ന് പറയുമ്പോൾ നികേഷ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഭാസ്കരൻ പറയുന്നുണ്ട്, നീയൊക്കെ ഇത്ര മണ്ടന്മാരായി പോയല്ലോ, കഷ്ടം, എൻ്റെ മക്കളെന്ന് പറയാൻ തന്നെ എനിക്ക് നാണമാവുന്നു. നിനക്കൊക്കെ ഇത്രയും ബുദ്ധിയും വിവരവും ഇല്ലേ? ഇങ്ങനെ ഒരു കേസിന് അവന്മാർ നിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചെന്നോ? കഷ്ടം, അതിന് യാതൊരു വകുപ്പുമില്ല, നിങ്ങളെ പറ്റിച്ചതാ, അങ്ങനെ കേസെടുക്കാനൊന്നും പറ്റില്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണമല്ലോ ആണോ? കഷ്ടം തന്നെ, നിനക്കൊക്കെ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാടാ? ഒരു സ്ഥലത്ത് ചെന്നിട്ട് അതിനെ കറക്റ്റായിട്ട് സാധിച്ചുകൊണ്ട് വരാൻ നിനക്കൊന്നും അറിയില്ല. അതിപ്പോൾ പോലീസ് സ്റ്റേഷനായിരുന്നാലും വേറെ എവിടെ പോയിരുന്നാലും ശരി തന്നെ, കഷ്ടം തന്നെ. ഈ വയസ്സായ എനിക്കറിയാലോടാ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിൽക്കുന്ന സുഭാഷിനും സുധീഷിനൊന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല. ആയിക്കോട്ടെ, ഇതിപ്പോൾ കാര്യം നടന്നല്ലോ, അത് തന്നെ സമാധാനം. സുധീഷ് ഇപ്പോൾ പുറത്തിറങ്ങിയല്ലോ,
അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന ഒരു പുതുപുത്തൻ വിശേഷവുമായി ഉടനെ കാണും വരയ്ക്കും ബൈ.